വെൽക്കം ടു സന്ധ്യാസ് കുക്കിംഗ് ഷോ. സോയാ ചങ്ക്സും മുട്ടയും വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ചോറിനും ചപ്പാത്തിക്കും സൈഡ് ഡിഷായിട്ടും ഈവനിങ് സ്നാക്കായിട്ടൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് സോയാ ചങ്ക്സ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് മീഡിയം സൈസിലുള്ള സോയാ ചങ്ക്സ് ആണ്. ഇനി ഇതൊന്ന് കുതിർത്താനായിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അരമണിക്കൂർ മാറ്റി വയ്ക്കാം. വെജിറ്റേറിയൻസിൻ്റെ നോൺ വെജ് എന്നാണ് സാധാരണയായിട്ട് സോയ ചങ്ക്സ് പറയപ്പെടുന്നത്. ഇപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. സോയ ചങ്ക്സൊക്കെ നല്ല പോലെ തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കണം. നല്ല വെള്ളത്തിൽ 3-4 പ്രാവശ്യം കഴുകിയ ശേഷം വെള്ളം പിഴിഞ്ഞെടുത്തിട്ടുള്ള സോയ ചങ്ക്സ് ആണ്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കൈവച്ചിട്ട് നല്ലപോലെ പ്രസ് ചെയ്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലപോലെ തന്നെ മസാലയൊക്കെ ഇതിലേക്ക് പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇത് ഒരു 20 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 20 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം പാനിൽ ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കുക. 3 മിനിറ്റിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ നിരത്തിയും ഇളക്കിയും വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് ക്രിസ്പി ആയിട്ടല്ല നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നല്ലപോലെ തന്നെ ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ചൂടാറിയ ശേഷം ഇത് മിക്സി ജാറിലിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഇതുപോലെയാണ് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കേണ്ടത്. പൾസ് മോഡിലിട്ടിട്ടാണ് ചെയ്തെടുക്കുന്നത്. നമ്മളിത് ഫ്രൈ ചെയ്തതുകൊണ്ട് തന്നെ ഒന്നോടൊന്ന് ഒട്ടാതെ നമുക്കിതുപോലെ ക്രഷ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതിന് വേണ്ട മസാല തയ്യാറാക്കാനായിട്ട് പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഒരു മീഡിയം സൈസിലുള്ള സബോള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. സോയാ ചങ്ക്സിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മസാലയ്ക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി പൊടികളായിട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് ഫ്രഷായിട്ട് പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി പൊടികളുടെ പച്ചമണം പോകുന്നവരെ നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള സോയാ ചങ്ക്സ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മസാലയും സോയാ ചങ്ക്സും നല്ലപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിതിലേക്ക് 2 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുട്ട നമ്മൾ സെപ്പറേറ്റ് ചിക്കിയിട്ടല്ല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ സോയാ ചങ്ക്സിനെ കൂടെ തന്നെയാണ് നമ്മൾ മുട്ട ചേർത്ത് ഇളക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരു വേറെ തന്നെ ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർക്കാതെ തന്നെ വെറും മുട്ടയും സോയാ ചങ്ക്സും കുറച്ച് മസാലകളും ചേർത്തിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇപ്പോൾ നല്ലപോലെ തന്നെ ചിക്കി എടുത്തിട്ടുണ്ട്. ഫൈനലി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി എപ്പോഴും ഫ്രഷായിട്ട് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക. നല്ലപോലെ തന്നെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സോയാ ചങ്ക്സും മുട്ടയും ചിക്കിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുറച്ച് സബോള പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.